കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വി ഷിജിത്ത്. ഈ വ്യാപാരികളൊക്കെ വലിയ രീതിയിലുള്ള ഒരു പരാതി, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വാഹനം വെച്ചാൽ അപ്പോൾ ഉടൻ പോലീസ് എത്തും, ഫൈൻ ഈടാക്കും, നമുക്ക് കച്ചവടം നടക്കുന്നില്ല എന്നുള്ളൊരു പരാതി വ്യാപാരികൾ എപ്പോഴും, ഞങ്ങളുടെയൊക്കെ പല വ്യാപാരികളും ഇങ്ങനെ വിളിച്ച് വലിയ രീതിയിൽ ആ കാര്യം പറയാറുണ്ട്. ഈ വ്യാപാരികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? തീർച്ചയായും നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പരമാവധി പട്ടണത്തിലെ ഒരു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നഗരാസൂത്രണം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ട് പട്ടണത്തെ മാറ്റി തീർക്കണം. അതിന് വ്യാപാരികളുടെയും വ്യാപാര സ്ഥാപനങ്ങളെ ആശ്രയിച്ച് വരുന്ന ജനങ്ങളുടെയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ചെറിയൊരു സറൗണ്ടിങ്സിലാണ് നമ്മുടെ പട്ടണം ഉള്ളത്. ഈ റോഡിൽ തന്നെയാണ് ഈ കടകളെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പ്രധാനപ്പെട്ട റോഡിൽ തന്നെ എക്സിറ്റ് ആൻഡ് എൻട്രൻസ് റോഡുകളും ഉണ്ട്. അപ്പോൾ ഈ കൺജസ്റ്റഡ് ആയിരിക്കും നമ്മുടെ റോഡുകൾ എപ്പോഴും, പൊതുനിരത്തുകൾ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പാർക്കിങ്, മറ്റു പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട, നമ്മൾ വളരെ ഗൗരവത്തിൽ ഓരോ വർഷവും ആലോചിക്കുന്ന ഒരു ഭാഗമാണ് പാർക്കിംഗ് സംവിധാനത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. അതിന് ഈ തലശ്ശേരി റോഡിലുള്ള ബസ് സ്റ്റാൻഡ് അങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് പട്ടണം വിപുലമാകുകയും അപ്പം സ്വാഭാവികമായിട്ടുള്ള ഒരു കൺജക്ഷൻ ഒഴിവാക്കുകയും ചെയ്യാം. ആ ബസ് സ്റ്റാൻഡ് തന്നെ നമുക്ക് ഒരു പാർക്കിംഗ് കേന്ദ്രമാക്കി മാറ്റാനും കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ഒരു കാഴ്ചപ്പാട്, നമ്മളിപ്പം ടാക്സി സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡ്, നിലവിലെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ പണിതുകൊണ്ട് അവിടെ പാർക്കിംഗ് സംവിധാനം ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോഴുള്ളത്. നമ്മളിപ്പോഴും പ്രകടന പത്രികയുടെ ഭാഗമായി അങ്ങനെ ഒരു സംവിധാനം ഒരുക്കും എന്നുള്ളതാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. പ്രധാനമായി ഇരുചക്ര വാഹനങ്ങളെങ്കിലും ആ രീതിയിൽ പാർക്ക് ചെയ്യാൻ അത് ഇപ്പം കണ്ടാലറിയാം. നമ്മൾ ഇപ്പോഴത്തെ ടാക്സി സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഓവർ ബ്രിഡ്ജ് പോലെയുള്ള ഒരു ഭാഗം പണിതുകൊണ്ട് അവിടെ ഒരു പാർക്കിംഗ് സംവിധാനം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു പഠനത്തിലാണുള്ളത്. അതുകൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ പട്ടണത്തിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഗതാഗത കുരുക്ക് നമുക്കിപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി നമ്മളെ റോഡുകൾ, ഇതിൻ്റെ റിംഗ് റോഡ് കൺസെപ്റ്റിൽ നമ്മൾ റിംഗ് റോഡ് കാഴ്ചപ്പാടോടുകൂടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതൊക്കെ ഈ രണ്ട് ഭാഗത്തുള്ള റിംഗ് റോഡ് വരുന്ന സമയത്ത് സ്വാഭാവികമായും ഇതിനുള്ള പ്രശ്ന പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും നമ്മൾ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഇത്തരത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ കൂത്തുപറമ്പ് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഗൗരവത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ റിംഗ് റോഡിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചു. റിംഗ് റോഡിന്റെ 1ാം ഘട്ട പ്രവർത്തനം അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. റിംഗ് റോഡ് എന്ന് പറയുന്ന കാഴ്ചപ്പാട്, അതും ഞാൻ ഈ പറഞ്ഞതുപോലെ നഗരസഭയുടെ നീണ്ട വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. നേരത്തെയുള്ള ഭരണസമിതി തന്നെ അത് ആലോചിച്ചുകൊണ്ട് നമ്മളിവിടെ ഏതാണ്ട് 10-20 വർഷം മുന്നേ അതിൻ്റെ ആലോചനകൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിപ്പം മട്ടന്നൂർ ഭാഗത്തു നിന്ന് വരുന്ന ഒരാൾ ഒരു വാഹനം, അത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നൊരു വാഹനം പട്ടണത്തിലൂടെ കടന്നു പോവാതെ അവർക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ ആവശ്യമായ ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. കുട്ടിക്കുന്ന് വഴി, ചോരക്കുളം വഴി, പഴയ നിരത്ത് വഴി കണ്ണൂർ റോഡിലേക്ക് കയറുക എന്നുള്ള ഒരു റിംഗ് റോഡ് കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ നമുക്ക് തൊക്കിലങ്ങാടി വഴി ട്രഞ്ചിങ് റോഡ്, വലിയവൾച്ച റോഡ്, നരവൂര്, അത് പൂക്കോട് വഴി ഇറങ്ങുന്ന രണ്ട് റിംഗ് റോഡുകളാണ് നമ്മൾ നേരത്തെ തന്നെ ആ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിക്കുന്ന് മുതൽ പഴയത്ത് വരെയുള്ള ഭാഗത്തുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. അവസാന ഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് അധികം വൈകാതെ തന്നെ, ഈ വർഷം അധികം വൈകാതെ തന്നെ നമുക്ക് ആ ഭാഗത്ത് 1ാം ഘട്ട പ്രവർത്തനം, ഈ കുട്ടിക്കുന്ന് മുതൽ പഴയത്ത് വരെയുള്ള റിംഗ് റോഡിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ചെറിയൊരു മീറ്റർ മാത്രമാണ് ഇത് ചെയ്യാനുള്ളത്. മറ്റ് പൈപ്പ് കണക്ഷനുമായി, വാട്ടർ പൈപ്പ് കണക്ഷനുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പുറകിലും ഈ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥല ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ നിലയിൽ നമ്മൾ നാട്ടിൽ റോഡ് ഉണ്ടാക്കുമ്പോൾ ആളുകൾക്ക് ഈ നഷ്ടപരിഹാര തുകയൊന്നും കൊടുക്കാറ്, നമ്മളെല്ലാവരും നഗരസഭയുടെ ആസ്തിയിൽപ്പെടുത്തി അങ്ങനെ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഇതൊരു പദ്ധതിയായി വെച്ച് ഇതിൻ്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്നവർക്ക് അതിനാവശ്യമായ തുക കൊടുത്ത് ഏതാണ്ട് 22 കോടിയോളം രൂപ ഇതിനു വേണ്ടി അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ റിംഗ് റോഡ് കൺസെപ്റ്റ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്ന നിലയുണ്ടായത്. അതിപ്പോൾ കിഫ്ബി ഫണ്ടിൽ നിന്നും അതിൻ്റെ ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ആ നിലയിൽ വളരെ ത്വരിത വേഗതയിൽ ആ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അതിപ്പം പോയാൽ അറിയാം, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ അതുള്ളത്. ഈ ജനങ്ങളുമായി ഉള്ള ഒരു സംസാരിച്ചപ്പോൾ മനസ്സിലായ മറ്റൊരു പ്രശ്നം ഈ തെരുവ് വിളക്കുകൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി നിൽക്കുന്നു എന്നുണ്ട്. പല സ്ഥലത്തും തെരുവ് വിളക്കുകൾ കത്താത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. തെരുവ് നായ ശല്യം രൂക്ഷമായി വരുന്നുണ്ട്. ഈ തെരുവ് വിളക്കിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും അതിപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു നഗരസഭയോ അല്ലെ പഞ്ചായത്ത് ഏതൊരു പ്രാദേശിക ഭരണകൂടവും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രാദേശിക റോഡുകളും തെരുവ് വിളക്കുകളും. അത് വളരെ ജനങ്ങൾ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്ന ഒരു സംവിധാനം പ്രാദേശിക റോഡുകളും തെരുവ് വിളക്കുകളും. നമ്മളിപ്പം നഗരസഭയിൽ തെരുവ് വിളക്കുകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇടപെടണം എന്ന് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി തന്നെ അതിനുള്ള ആലോചന നടത്തിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഭാഗമായി എടുത്തൊരു തീരുമാനം പുതിയ തെരുവ് വിളക്കുകൾ നമ്മളൊരു വർഷത്തിൽ ഒരു വാർഡിൽ ഒരു 10 തെരുവ് വിളക്കുകളെങ്കിലും പുതുതായി സ്ഥാപിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള തെരുവ് വിളക്കുകൾ അത് വളരെ കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്ത് അത് നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഇപ്പോൾ അതിനകത്തുള്ളത്. അത് വളരെ കൃത്യമായി ഇതിനകത്തുള്ള ഇടപെടൽ നടത്തും എന്നുള്ളത് തന്നെയാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം നടത്തും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളെ പട്ടണത്തിലെ തെരുവ് വിളക്ക് അത് നമ്മളേറെ ഒരുപാട് ഈ വ്യാപാരികളൊക്കെ പറഞ്ഞൊരു ഭാഗമായിരുന്നു. രാത്രികാലങ്ങളിൽ പട്ടണത്തിലെ ഒരു വെളിച്ചക്കുറവ് അത് കഴിഞ്ഞ ഭരണസമിതി തന്നെ അതിന് വളരെ ഗൗരവത്തിൽ ഇടപെട്ടുകൊണ്ട് പട്ടണത്തിൽ ഇപ്പം നിങ്ങൾ രാത്രി വന്നാൽ അറിയാം, പട്ടണത്തിൽ നല്ലൊരു സൗന്ദര്യവൽക്കരണം എന്ന നിലയിൽ പുത്തൂർ പട്ടണത്തിൻ്റെ ഒരു മുഖം മാറി. അത് പട്ടണത്തിലാകെ തെരുവുകളൊക്കെ സ്ഥാപിച്ചു. അതിപ്പോൾ പ്രവൃത്തി തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പൂക്കോട് തൊട്ട് നിർമ്മലഗിരി വരെ ഉള്ള ഭാഗം ഇതേ രീതിയിൽ തെരുവുവിളക്കുകൾ സ്ഥാപിച്ച് മുന്നോട്ടേക്ക് പോകാനാണ്. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡും അതുപോലെ പോലീസ് സ്റ്റേഷൻ റോഡ് അവിടങ്ങളിൽ ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായും തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിൻ്റെ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പുതിയ തെരുവുവിളക്കുകളും മെയിൻ്റനൻസ് ഇതൊക്കെ വരുന്ന സമയത്ത് തെരുവുവിളക്കുകളുടെ പ്രശ്നം സ്വാഭാവികമായും പരിഹരിക്കാൻ പറ്റും എന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഗൗരവപൂർണമായ ഇടപെടൽ നടത്തും എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ തെരുവുനായ വിഷയത്തിൽ നിങ്ങളുടെ പരിധിക്കപ്പുറത്തുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നേരിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ തെരുവുനായ ശല്യം. ഒന്നും ചെയ്യാൻ കഴിയാത്ത, നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളും നേരിടുന്നില്ലേ ആ പ്രതിസന്ധി? തീർച്ചയായിട്ടും അത് തെരുവുനായയുടെ പ്രശ്നവും സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പ്രാദേശിക ഭരണവും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തെരുവുനായ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇത് വന്ധ്യംകരിച്ചുകൊണ്ട് ആദ്യം അതേ സ്ഥലത്ത് തുറന്നു വിടണം എന്നൊരു അഭിപ്രായം പറഞ്ഞു. പിന്നീടാണ് സുപ്രീം കോടതി പറയുന്നത് ഒരു സ്ഥലത്തേക്ക് ഒരു സംവിധാനം ഷെൽട്ടർ രൂപം കൊടുത്തുകൊണ്ട് അതിനകത്താക്കണം എന്നൊക്കെയുള്ള പ്രവർത്തനമാണ്. ഇപ്പോൾ നമ്മൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തിയിട്ടാണ് അത് ചെയ്യാൻ വേണ്ടി സാധിക്കുക. പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും തെരുവുനായയുടെ അക്രമം ഉണ്ടായി എന്ന് ഇപ്പം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ അക്രമം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി കണ്ടുകൊണ്ട് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പഠനം നടത്താൻ. നമുക്കിപ്പോൾ ഒരു ഷെൽട്ടർ ഹോം ഇവിടെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രായോഗികമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നഗരസഭയാണല്ലോ, നമുക്കങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലം അങ്ങനെയൊക്കെ അതൊക്കെ ഒരു കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും അതെങ്ങനെയാണ് ഇനി ചെയ്യാൻ വേണ്ടി പറ്റുക, ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളത് അത് ആലോചിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ താലൂക്ക് ആശുപത്രി നമ്മളിങ്ങോട്ട് വരുമ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൂത്തുപറമ്പിൻ്റെ ഒരു തിലകക്കുറിയായി നിൽക്കുന്ന ഒരു സ്ഥാപനം കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയാണ്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ തലയെടുപ്പോടെ നിൽക്കുകയാണ് ആ ആശുപത്രി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനൊരു ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ അടിസ്ഥാന മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്നിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതും ഈ താലൂക്ക് ആശുപത്രി, ഇതുപോലുള്ള ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങളൊക്കെയാണ്. താലൂക്ക് ആശുപത്രി ഇങ്ങനെ വലിയ കെട്ടിടമായി മാറി. അവിടെ പക്ഷേ രോഗികളെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം എന്നു മുതൽ നമുക്ക് തുടങ്ങാൻ കഴിയും? താലൂക്ക് ആശുപത്രി നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂത്തുപറമ്പിൻ്റെ ഒരു അഭിമാനമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വപ്നതുല്യമായി ഞങ്ങളതിനെ കാണുകയാണ്. നമ്മുടെ ഈ കഴിഞ്ഞ 2016 ആദ്യ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ കൂത്തുപറമ്പ് MLA ആരോഗ്യവകുപ്പ് മന്ത്രിയായി ശൈലജ ടീച്ചർ. അപ്പോൾ ആ ഘട്ടത്തിലാണ് ശൈലജ ടീച്ചറുടെ പദ്ധതിയിൽ ഈ ആശുപത്രി പുതിയൊരു കെട്ടിടം എന്നൊരു ആശയം വരികയും അതിൻ്റെ ഭാഗമായി ഇടപെടൽ നടത്തുകയും സ്വാഭാവികമായും
കൂത്തുപറമ്പുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ടേക്ക് വന്നപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വളരെ അനുഭാവപൂർവ്വം കൂത്തുപറമ്പിനെ പരിഗണിച്ചുകൊണ്ട് പുതിയൊരു കെട്ടിടം എന്ന നിലയിൽ ആ കെട്ടിടം കണ്ടവർക്കൊക്കെ അറിയാം, കൂത്തുപറമ്പിൻ്റെ ഒരു പ്രൗഢിയായി ആ കെട്ടിടം ഉയർന്നു നിൽക്കുകയാണ്. അത് വളരെ സ്വപ്നതുല്യമായി നമ്മളതിനെ കാണുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനമൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു, അതിൻ്റെ ഇടപെടൽ നടത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ 7ാമത് കൗൺസിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിലായി കൂടുതലായി യോഗങ്ങളും ഫോളോ അപ്പ് ചെയ്ത് ഇടപെടൽ നടത്തിയൊരു ഒരു വിഷയം ഈ ആശുപത്രി കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റുക, അവിടെ OP അപ്പുറത്തേക്ക് ആരംഭിക്കുക എന്നുള്ള പ്രവർത്തനമായിരുന്നു. അത് തീർച്ചയായും നമ്മൾ ഈ ഫെബ്രുവരി ഓടുകൂടി നമുക്കത് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയോടുകൂടി നമുക്ക് അപ്പുറത്തെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഇത് സ്റ്റാഫ് പാറ്റേണിൻ്റെ മാത്രമല്ല, അവിടെയുള്ള ഫയർ ആൻഡ് നോസി, അത് ലിഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ, STPI ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള അത് അതിൻ്റെ ഓരോ നിയമവശങ്ങളും പ്രൊസീജിയർ ഉണ്ടാകുമല്ലോ, അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം അതിൻ്റെ എല്ലാ ആളുകളുടെയും യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ അവലോകനം നടത്തി വളരെ ത്വരിത വേഗതയിൽ അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതിപ്പോൾ സ്റ്റാഫ് പേരൻറ് നമുക്കിപ്പം ആശുപത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ കൂത്തുപറമ്പ് ആശുപത്രി എന്ന് പറയുന്നത് വലിയ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. നമുക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിയും തലശ്ശേരിയിലെ ആശുപത്രിയും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഏതാണ്ട് അതേ നമ്പർ രോഗികൾ തന്നെ ഓരോ ദിവസവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതേ നമ്പർ രോഗികൾ തന്നെ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് കൂത്തുപറമ്പുള്ള ആശുപത്രി. അപ്പോൾ സ്വാഭാവികമായും കൂത്തുപറമ്പ് ആശുപത്രിയിലെ വികസനങ്ങളെ സംബന്ധിച്ച് നേരത്തെ നമ്മളിപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തൊക്കെ വരുന്ന സമയത്ത് ഈ ആശുപത്രിയെ സംബന്ധിച്ച് മുൻകാല നേതാക്കന്മാരുടെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് കേട്ടൊരു അനുഭവം എന്ന് പറയുന്നത്, ആശുപത്രിയിലെ മേൽവാർഡിൽ നിന്ന് ചോർന്നൊലിക്കുന്ന മേൽവാർഡിൽ നിന്ന് കുട ചൂടിക്കൊണ്ട് ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത ഒരു സന്ദർഭം നമ്മുടെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ധനഞ്ജയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു 30 വർഷം മുന്നേ അങ്ങനെ ഒരു ആശുപത്രിയായിരുന്നു, മേൽവാർഡിൽ നിന്ന് ചോർന്നൊലിക്കുന്ന ഒരു മേൽവാർഡ് എന്ന നിലയിൽ. അപ്പോൾ ആ ആശുപത്രിയെ ഇന്ന് കാണുന്ന നിലയിലേക്ക്, ഇപ്പോൾ 12 നില കെട്ടിടമല്ല, ഇപ്പോഴത്തെ നിലയിലേക്ക്, ഇപ്പോൾ അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടല്ലോ, പഴയ കെട്ടിടത്തിൽ ചെയ്യുന്നുണ്ടല്ലോ, ആ നിലയിലേക്ക് മാറ്റിയത് നഗരസഭയുടെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലുണ്ട്, കഴിഞ്ഞ ഭരണസമിതിയുടെ ഇടപെടലുണ്ട്. അവിടുത്തെ ഓരോ കാര്യങ്ങളും അടിസ്ഥാന വികസനങ്ങൾക്ക് ഇടപെട്ടുകൊണ്ട് നഗരസഭയുടെ പ്രത്യേക ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. ഇപ്പോൾ പഴയ ബിൽഡിങ്ങിൽ മുകളിലത്തെ ഷീറ്റ് ഇടുന്നതിന് വേണ്ടി പുതിയ പദ്ധതി വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും അവിടുത്തെ അടിസ്ഥാന പശ്ചാത്തല വികസനം നടത്താൻ വേണ്ടി കൂടുതൽ സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ ആശുപത്രിയുടെ ഭാഗമായി നേരത്തെ നടത്തിയിട്ടുണ്ട്. അവിടെ ഡയാലിസിസ് യൂണിറ്റ് 10-40 പേർ ഇപ്പോൾ ഒരു സമയം ചെയ്യുന്ന ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോൾ അവിടെ ചെയ്യാണ്. നഗരസഭയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്തരത്തിൽ രോഗികൾക്ക് അവിടെ വന്ന് ബുദ്ധിമുട്ടില്ലാതെ ചികിത്സിച്ച് പോകാൻ വേണ്ടി പാകത്തിനുള്ള സൗകര്യങ്ങൾ നമ്മളെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും നമ്മളത് അവിടെ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയധികം രോഗികൾ ഓരോ ദിവസവും ആശ്രയിച്ച് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വളരെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സ്വാഭാവികമായും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇത്രയധികം രോഗികൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് പുതിയ കെട്ടിടം എന്ന നിലയിൽ നമുക്കൊരു വലിയ സന്തോഷമുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത്. ആ കെട്ടിടം ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പം പൂർണ്ണമായും പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ഒരു 2-3 ആഴ്ച കൊണ്ട് നമുക്ക് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ സ്റ്റാഫ് പാറ്റേണിൻ്റെ കാര്യം നമുക്കിപ്പോഴും വേണമെങ്കിൽ മാറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവിടെ ഇപ്പം അതിൻ്റെ സ്റ്റാഫ് വേണം, അതിനനുസരിച്ച് ഡോക്ടേഴ്സ് വേണം, അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിതല തീരുമാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെമ്പാടും 200-ന് മുകളിൽ ഈ ഡോക്ടർമാർ അനുവദിച്ചതിൻ്റെ ഭാഗമായി 6 ഡോക്ടർമാർ ഇപ്പോൾ നമ്മുടെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിയമനം നടന്നു വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം അതുമാത്രം പോരാ, അപ്പോൾ അനുബന്ധ സ്റ്റാഫുകൾ കൂടി വേണം. പക്ഷേ അങ്ങനെ വരുമ്പം അത് HMC ആലോചിച്ചുകൊണ്ട് ചില ആളുകളെ എടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ NHMൻ്റെ വർക്ക് അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ അങ്ങോട്ടേക്ക് മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ നേരത്തെയുള്ള ആശുപത്രി നമ്മളൊരു കാഴ്ചപ്പാടാണ്. അവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ ചികിത്സാ അവകാശം എന്ന നിലയിൽ നമ്മുടെ ഗവൺമെൻറ് കാഴ്ചപ്പാട് നഗരസഭയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് പഴയ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി ഇപ്പോൾ നിലവിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
അത് ഇങ്ങോട്ടേക്ക് മാറ്റുന്ന സമയത്ത് കൂടുതൽ സൗകര്യപ്രദമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു 2-3 ആഴ്ച കൊണ്ട് തന്നെ അത് അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ, പേപ്പർ വർക്കുകൾ ഇതൊക്കെ വളരെ കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതാണ്. ULCC ആണ് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല നിലയിൽ തന്നെ അവരതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചു, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ അവസാന ഘട്ടം ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഫയറിൻ്റെയും STPയുടെയും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. അത് ഏതാണ്ട് 1-2-3 ആഴ്ചക്കപ്പുറം പോവില്ല എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് നമുക്കത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കായിക മേഖലയിലെ ഒരു ഇടപെടൽ നമ്മുടെ കൂത്തുപറമ്പ് നഗരസഭ സ്റ്റേഡിയം, അവിടെ മനോഹരമായി പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു പ്രവർത്തനങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇപ്പോഴവിടെ പുല്ലൊക്കെ ഉണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ കായിക മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ പറയുന്നത്. നമുക്ക് ഒരു നഗരസഭാ സ്റ്റേഡിയം അതുകൂടി ഒന്ന് സജ്ജമാക്കി എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് കൂത്തുപറമ്പിൻ്റെ ഒരു കായിക മേഖലയുടെ ഒരു മുഖമായി നമ്മുടെ നഗരസഭ സ്റ്റേഡിയം മാറുകയാണ്. നേരത്തെ തന്നെ കൂത്തുപറമ്പ് പഞ്ചായത്തുള്ള സമയത്താണ് റവന്യൂ പുറമ്പോക്ക് ഭൂമി അവിടെ ഒരു കായിക കളിസ്ഥലമായി മാറിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തിയത്. പക്ഷെ അത് റവന്യൂ ഭൂമിയാണ്. റവന്യൂ ഭൂമി എന്ന നിലയിൽ പൂർണ്ണമായി നഗരസഭയുടെ ഒരു കളിസ്ഥലം എന്ന നിലയിലുള്ള ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് നഗരസഭയ്ക്ക് അതിനുള്ള അവകാശമുള്ളൂ. പക്ഷെ റവന്യൂ ഭൂമി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ അവകാശം നഗരസഭയ്ക്ക് അന്നേ ലഭിച്ചില്ല, ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പക്ഷെ അവിടെ നേരത്തെ കഴിഞ്ഞ നമ്മുടെ ഇടതുപക്ഷ ഭരണകാലത്താണ് അവിടെ 5 കോടി പ്രൊജക്റ്റിൽ ഇവിടുത്തെ MLAയുടെ ഒരു പ്രൊജക്റ്റിൽ ഒരു കളിസ്ഥലം, ആധുനിക രീതിയിലുള്ള ഒരു കളിസ്ഥലം എന്ന നിലയിൽ അവിടെ രൂപം കൊടുത്തത്. അതിൻ്റെ മനോഹരമായ പവലിയൻ അതിൻ്റെ ഭാഗമായി നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ നല്ല പുല്ല് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ലൊരു ആധുനിക രീതിയിൽ തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം വെച്ചാൽ റവന്യൂ ഭൂമിയാണ്. അത് പൂർണ്ണമായും നഗരസഭയ്ക്ക് അത് വിട്ടുകിട്ടിയില്ല എന്നൊരു പ്രതിസന്ധിയുണ്ട്. നഗരസഭ അത് കഴിഞ്ഞ ഭരണസഭ വളരെ കൃത്യമായി അത് വിട്ടുകിട്ടാനുള്ള ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഒന്നുകൂടി അത് ഫോളോ അപ്പ് ചെയ്ത് നഗരസഭയ്ക്ക് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോഴും അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം, അതോടൊപ്പം തന്നെ കറണ്ട്, ഇതൊക്കെ നഗരസഭയാണ് അത് കൈകാര്യം ചെയ്ത് വരുന്നത്. പക്ഷെ അത് മറ്റു കാര്യങ്ങൾ ഭാരിച്ച ഒരു നിലയിലേക്ക് തുക ചെലവ് വരുമ്പോൾ അത് പ്രതിസന്ധിയാകും എന്നുള്ളത് കൊണ്ടാണ് അത് നഗരസഭയ്ക്ക് വിട്ടുകിട്ടുക എന്നൊരു കാഴ്ചപ്പാടിൽ ഞങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കത് ഈ സ്റ്റേഡിയം കൂത്തുപറമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖമായി വരുന്നൊരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തെ നമുക്ക് ഒരുപാട് കായിക താരങ്ങൾ, കൂത്തുപറമ്പിൻ്റെ ഒരു ചരിത്രം തന്നെ ഒരു കായികത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. അവിടെ ഫുട്ബോൾ ടൂർണമെൻ്റ് ആയാലും വോളിബോൾ ടൂർണമെൻ്റ് ഒക്കെ നേരത്തെയൊക്കെ അവിടെ നടത്തുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അതിനെ ആശ്രയിച്ച് ഈ വിനോദത്തിന് വേണ്ടി പങ്കെടുക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലയിൽ എല്ലാ കായിക താരങ്ങൾക്കും അവിടെ കളിക്കാൻ ആവശ്യമായ നിലയിൽ അതിനെ മാറ്റി തീർക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് പക്ഷേ ഈ സാങ്കേതിക പ്രശ്നം അതിൻ്റെ മുന്നിലുണ്ട്. അതിന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കണം എന്നാണ് ഇപ്പോൾ കരുതുന്നത്.